കണ്ടോ? ഇത് മൊസൈക്കാണ്. 50 വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ. ഈ മൊസൈക്കിനകത്ത് ഇതിനകത്ത് ഞങ്ങളാണെങ്കിൽ ഇത് മാറ്റിയിട്ട് ടൈൽസ് ഒട്ടിക്കണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ ഇതൊന്ന് ചുമ്മാ ഇതിന് അഴുക്ക് പോകത്തില്ല കേട്ടോ. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാം, ഈ ബ്രഷും കൊണ്ട് സൺലൈറ്റ് ഒഴിച്ച് നല്ലതായിട്ട് കഴുകി കഴിഞ്ഞിട്ട് കാണിക്കാമേ. ഇതിപ്പോൾ ഞാൻ സൺലൈറ്റ് അതിനകത്തോട്ട് ഒഴിക്കുക. കുറച്ചൊഴിക്കുക. ഞാൻ സാധാരണ എന്നും അങ്ങ് തുടച്ചുകൊണ്ട് പോകത്തേ ഉള്ളായിരുന്നു പിന്നെ ലൈസോൾ വെച്ച്. പക്ഷേ എനിക്ക് ഈ അഴുക്കൊന്നും പോകത്തില്ല. ഞാനങ്ങനെ ഈ ഒരു ബ്രഷ് വാങ്ങിച്ചിട്ട് ഞാനൊന്ന് ഇത് നോക്കി. കണ്ടോണം, ഞാനിത് നല്ലതായിട്ട് തേച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ, കണ്ടോ? ഞാനാണെങ്കിൽ ഇത് വെച്ച് തേച്ചപ്പം നേരത്തെ അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഇത് ഇത്രയും ഹാർഡായിട്ടുള്ള ബ്രഷ് വെച്ച് തേച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇത് നല്ലതായിട്ട് അഴുക്ക് പോകുന്നത്. ഇവിടെ ജോലിക്കാരായാലും ഇത് തുടച്ചുകൊണ്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. സാധാരണ ഇവിടെ ഇങ്ങനെ അഴുക്ക് കിടന്നാലും ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരമായിരുന്നേ താമസിക്കുന്നത്. ഇപ്പോഴാണ് ഇതിലേക്ക് വന്ന് താമസിക്കാൻ തുടങ്ങിയത്. അന്നേരം ഇത് കുറേ പഴകിയ വീടാണ്. 50 വർഷം പഴക്കമുള്ള വീടാണ്. പിന്നെ അന്നത്തെ കാലത്തെ മൊസൈക്കാണ്. ഞാൻ ലൈസോൾ വെച്ചങ്ങ് തുടയ്ക്കാറേ ഉള്ളൂ പതിവ് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഇതിങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയേ, ഇത് വെച്ച് തേച്ചാൽ പോവുമോ എന്നറിയാൻ വേണ്ടി. നന്നായിട്ട് വെളുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഫൈനൽ കാണിക്കാമേ. കണ്ടോ? ഇത് ഞാൻ നല്ലതായിട്ട് ഈ ബ്രഷ് വെച്ച് തേച്ചതാണേ. തേച്ചപ്പം കണ്ടോ ഇതിൻ്റെ വ്യത്യാസം വന്നത് കണ്ടോ? പക്ഷേ കൈക്ക് നല്ല പണിയാണ് കേട്ടോ, നല്ല പെയിനുണ്ടാവും. കണ്ടോ? ഞാനിത് നല്ലതായിട്ട് ഇത് തുടച്ച് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം കേട്ടോ. ഓക്കെ, കണ്ടോ? ഈ ഒരു റൂം കംപ്ലീറ്റായിട്ട് ഞാൻ ക്ലീൻ ചെയ്യുവാണ്. ഇതെല്ലാം ഞങ്ങളൊരു 20 വർഷത്തോളം ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ഒരു ജോലിക്കാരൊക്കെ ആയിരുന്നു ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയതൊക്കെ. അപ്പം അന്നേരം ഞാൻ ചുമ്മാതൊന്ന് നോക്കിയതാണ് ഈ അഴുക്കൊക്കെ പോവില്ലയോ എന്ന്. അന്നേരം നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇത് 50 വർഷം പഴക്കമുള്ള വീട്. എൻ്റെ ഹസ്ബൻഡിന് 11 വയസ്സുള്ളപ്പോഴാണ് ഇവർ വീട് വെച്ച് താമസിക്കുന്നത്. ഇപ്പം പുള്ളിക്കാരന് 61 വയസ്സായി. അത്രയും പഴക്കമുള്ള ഒരു വീടാണ്. ഞങ്ങൾക്ക് ഇതൊക്കെ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് ടൈൽസൊക്കെ ഇടണമെന്ന് വിചാരിച്ചാൽ ഇനി അതൊന്നും ചെയ്യുന്നില്ല. ഈ ടൈൽസ് ഈ മൊസൈക്ക് തന്നെ ഇതിൻ്റെ ഒരു ചിപ്സ് പോലും ഇളകിയിട്ടില്ല കേട്ടോ. അന്നേരം ഇതൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഇതാക്കിയിട്ട് ഒന്ന് പോളിഷ് ചെയ്തിട്ടാൽ മതിയെന്ന് ഇപ്പം തോന്നുന്നു. കണ്ടോ? ഇത് ഞാൻ ക്ലീൻ ചെയ്തതിൻ്റെ ഫൈനൽ റിസൾട്ടാണ്. കണ്ടോ? എല്ലാം നല്ല ക്ലീനായി. ഉണ്ടോ? നമ്മളാണെങ്കിൽ ഒറ്റ ഇതിലൊന്നും തീരത്തൊന്നുമില്ല. നമ്മുടെ കൈ പോവും കേട്ടോ. അത്രയ്ക്ക് പാടാണ് ആ ബ്രഷ് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാനും. ഇത് 50 വർഷം പഴക്കമുള്ള സാമാന്യം വലിപ്പമുള്ള ഒരു വീടാണ്. 5 ബെഡ്റൂമുള്ള ഒരു വീടാണ്. ഇതൊക്കെ ക്ലീൻ ചെയ്ത് വരണമെങ്കിൽ ഇച്ചിരി കുറേ ടൈം എടുക്കും. അതിനകത്ത് നമ്മളിപ്പോൾ ഈ ഇത് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞാൽ പോലും
പഴയ ആ ഒരു ഇത് കിട്ടത്തില്ല കേട്ടോ. ഇതിനകത്ത് നല്ല തണുപ്പാണ് എപ്പോഴും. എപ്പോഴും നല്ല തണുപ്പ് കിട്ടുന്ന ഒരു പ്ലേസാണ്. ഓക്കേ, താങ്ക് യു.